അവിടെ നോക്കിയാടാ സൈക്കിളിൽ ഓട്ടുന്നത്. വാ ചേച്ചി വാ, ഇവിടെ ആരൊന്നും വിചാരിക്കില്ല. എന്താടി അമ്മേ, ഈ ചേച്ചിക്ക് കറി വെക്കാനൊന്നും അറിയില്ല. വെച്ചതെല്ലാം കൊള്ളായി. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് വരത്തുമില്ല. നാളെ എക്സാമാ. എന്താ മോളെ, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് ചെയ്യില്ലായിരുന്നോ? ശരി വാ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാം. ഇല്ല ആന്റി, വിശപ്പില്ല. നിന്റെ അമ്മ എന്നോടെല്ലാം പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. വാ. എനിക്ക് വേണ്ട. എന്താ മോളെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അങ്കിൾ, അങ്ങനൊന്നുമില്ല. എന്നാ വാ, ഞങ്ങൾ എല്ലാരും പറഞ്ഞതല്ലേ. വാ മോളെ, വാ ചേച്ചി, വാ. വാ. എന്തിനാ മോൾ അതൊക്കെ ട്രൈ ചെയ്ത് കഷ്ടപ്പെടുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചൂടെ? ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തിയൊന്നുമില്ല, ചോറേ ഉള്ളൂ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കഴിക്കും മോളെ. നല്ല പോലെ കഴിക്കും മോളെ. ആഹാരം കഴിക്കുന്നതിന് നാണിക്കേണ്ട കാര്യമില്ല. ദേ അങ്ങോട്ട് നോക്ക്, വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? ഒരു നാണവുമില്ല, തീറ്റിക്കുട്ട. ഇപ്പൊ നോക്കിയോ, പെട്ടെന്ന് അവൻ ഓംലെറ്റ് കൊണ്ടുവരും. നിനക്ക് വേണോന്ന് ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞാരേ. ഇത് അവന് തന്നെ തികയല, ഡെയിലി സ്പെഷ്യലാ. അനിതേ, മോള് മുട്ട കഴിക്കോ? ഇല്ല ആന്റി. യാതൊരു ഉടുപ്പും ഇല്ലാതെ എന്ത് സ്റ്റൈലില്ല അത് വീശുന്നെന്ന് കണ്ടോ? എടാ, എത്ര വർഷമായിട്ട് പറയുന്നു, എന്താ നിനക്ക് കേട്ടാലേ? പോവുകയല്ലേ അമ്മ, എന്തിനാ ചൂടാവുന്നേ? അവരുടെ വീട്ടിലുള്ളവർ നാട്ടിൽ പോയിന്ന് പറഞ്ഞ് അതിന്റെ ശിക്ഷ എനിക്കാണോ? ഈ നേരത്തെ ഞാൻ അങ്ങോട്ട് വന്നാ അവളുടെ റിയാക്ഷൻ എന്താന്ന് എനിക്കല്ലേ അറിയാവൂ. അനുവിന് ഇവിടെ കിടത്തിക്കോളം പറഞ്ഞു, നിനക്ക് കൂട്ടിന് വേണ്ടി. അമ്മ ഇത് നിനക്ക് വേണ്ടി തന്നതാ. ഇതുവഴി വരില്ല. കോഫിയാ. ഞാൻ കോഫി കുടിക്കില്ല. അപ്പൊ ടീയോ? അമ്മേ, അമ്മേ, ഇവൾക്ക് ചായ മതി. ഇനി തിരിച്ചു വരൂ. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കോ? എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ബട്ട് ഉറങ്ങിപ്പോയാൽ ഞാൻ ഫെയിലാവും. ഇയാളോട് ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. അതിനൊക്കെ ഞാൻ വേണം റെഡി.
Educational institutions, temples of knowledge should not be places which keep the nuances of day-to-day life. അമ്മ ടിഫിൻ തന്നിട്ടുണ്ട്. എക്സാം ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എന്നാ ഇതെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ വല്ലയിടത്തും തലചുറ്റി വീഴും വിശന്നിട്ട്. ഇപ്പോൾ തന്നെ മണി 8:30 നീ ബസ്സിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും പരീക്ഷ തുടങ്ങിയിട്ടുണ്ടാവും. ഇത്രയും വേഗം എത്തിയില്ലെങ്കിലേ എക്സാം ഹാളിൽ എൻട്രി കിട്ടത്തില്ല. വന്ന് കയറ്, പറയുന്നത് കേൾക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് പാഴാക്കി കളയരുത്. ഏയ് 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 എക്സാം നന്നായിട്ട് എഴുതിയോ? നീ എന്തിനാ ഇങ്ങനെ പാൻറ് ഷർട്ടൊക്കെ ഇടുന്നേ? ചുരിദാറാണ് നിനക്ക് കറക്റ്റ്. അതും വെള്ള ചുരിദാറാണെങ്കിൽ നീ ഒരു ഏഞ്ചലായിരിക്കും. വിഷയം മാറ്റണ്ട. ശരി, ആദ്യം വന്ന് കേറ്, പോവാ. സൂക്ഷിച്ച് മാറി നിൽക്കും കാറ്. നിന്നെ പറ്റി ഒരു സെക്കൻഡെങ്കിലും ഇത്രയും ആലോചിക്കുന്നവൻ നിന്നെ ലൈഫിൽ എത്രമാത്രം സൂക്ഷിക്കും? നിന്റെ അമ്മ പോലും ഒരു ദിവസം നിന്നെ എത്ര പ്രാവശ്യം ആലോചിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. അവർക്ക് വേറെയും മക്കളില്ലേ ആലോചിക്കാൻ? നിന്റെ അമ്മ പോലും ഒരു ദിവസം നിന്നെ എത്ര പ്രാവശ്യം ആലോചിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. അവർക്ക് വേറെയും മക്കളില്ലേ ആലോചിക്കാൻ? അമ്മേ, കാലത്ത് മുതൽ അമ്മ എന്നെ എത്ര തവണ ഓർത്തിട്ടുണ്ടാവും? എന്തൊരു ചോദ്യം എടീത്? നിനക്ക് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? പറയമ്മേ പ്ലീസ്. എത്ര തവണ ഓർത്തു? നിന്നെ പറ്റി ആലോചിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് നീ മാത്രമാണോ? നിന്റെ അച്ഛൻ, നിന്റെ അനിയൻ, ഈ വീട്ടിലെ എല്ലാവർക്കും എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? നിന്നെ മാത്രം വിചാരിച്ചോണ്ടിരിക്കാൻ കഴിയോ? നിനക്കറിയോ 4-ാം തീയതി 30,000 രൂപ പലിശ അടയ്ക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കും പലിശക്കാര്. അനിതേ, ഒരു ഹെൽപ്പ് ചെയ്യോ? നീ കിഷോറിന് ഫോൺ ചെയ്ത് ഈ മാസവും അവന്റെ അച്ഛൻ തന്നെ പലിശ അടയ്ക്കുമെന്ന് അറിയാത്ത മട്ടിലൊന്ന് ചോദിച്ചു നോക്ക്. അതറിഞ്ഞാലൊരു സമാധാനമായിരുന്നു. എങ്ങനെ കഴിഞ്ഞതാ? ഇന്ന് 5-നും 10-നും കൈ നീട്ടേണ്ടി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിന്റെയും കിഷോറിന്റെയും കല്യാണം നടന്നാൽ ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങും. ഞങ്ങൾക്കൊരു ഭാരം ഇറക്കി വെക്കാം. എന്തായി കാണിക്കുന്നേ? ഏയ്, കിടന്ന് കൂവാതെ പ്ലീസ്. എന്റെ അമ്മ കണ്ട പ്രശ്നാവും. പോ. ശരി. ഹലോ ഹലോ, എന്താ? എന്നെ നീ വിളിച്ചായിരുന്നോ? നാളെ രാവിലെ ടെറസിന്റെ മുകളിൽ ഞാൻ പഠിക്കാൻ വരും, അപ്പൊ പറയാം. ശരി, വാ. വരാൻ 5 മണിക്ക്
ടെറസിന്റെ മുകളില്